കുഞ്ഞേ, സതി കുഞ്ഞേ, വാതിൽ തുറക്കും മോളെ. ചേച്ചി നിർബന്ധിക്കണ്ട, ഞാൻ വരത്തില്ല. അയ്യയ്യയ്യേ, ഛേ, ഇതിനൊക്കെ അങ്ങ് നാണിച്ചാലോ. ജോലി വരും പോവും. തുറക്കണം കുഞ്ഞേ. ദാ ചേച്ചിയുടെ കയ്യില് ചൂട് ചായ ഇരിക്കട്ടെ കുഞ്ഞേ. വാ. MD ആയിട്ട് സ്ഥാനം കിട്ടാത്തതിനു കുഞ്ഞിങ്ങനെ വിഷമിച്ചാലോ. എങ്കിൽ പിന്നെ ഈ ചേച്ചി കരഞ്ഞ് കരഞ്ഞ് കടലിൽ നിറയ്ക്കണമല്ലോ. 4ാം ക്ലാസ് പരീക്ഷ എഴുതി കയറാൻ ഞാൻ പെട്ട പാട് എനിക്കും അറിയാം, അങ്ങ് എവിടെയോ ദൂരെ ഇരിക്കുന്ന ഭഗവാനും അറിയാം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി തോറ്റ്. ഞാൻ വിടുവോ? എഴുതി. അടുത്ത പരീക്ഷ അതും താ കിടക്കണം. വേണമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ പോലെ അകത്ത് കയറി കഥ അടച്ചിരിക്കായിരുന്നു. പക്ഷെ എൻ്റെ കുഞ്ഞേ, ചേച്ചിയുടെ ഉള്ളില് വാശി എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നീയാണോ ഞാനാണോ എന്ന് കാണാതെ പരീക്ഷയെ മനസ്സിൽ കണ്ട് എഴുത്തോടെ എഴുത്തായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം 8ഉം 10ഉം കഴിഞ്ഞ് കോളേജിലും കയറി. എന്നിട്ട് ഞാൻ കുലുങ്ങിയില്ല. പലരും കളിയാക്കി ചിരിച്ച്. 4ാം ക്ലാസ് പരീക്ഷ പോലും ജയിക്കണില്ലല്ലോ, നാണമില്ലല്ലോ എന്നൊക്കെ. ആക്ഷേപിക്കുന്നവരെ ചെലവിലല്ലല്ലോ കുഞ്ഞേ ഞാൻ ജീവിക്കണത്. പോടാ പോ എന്നുള്ള മട്ടിൽ ഞാൻ മുമ്പോട്ട് പോയി. അവസാനം കളിയാക്കിയവർക്ക് തന്നെ നാണക്കേടായി. അങ്ങനെ ഇരിക്കുമ്പോ എന്തിനു പറയുന്നു കുഞ്ഞേ, എന്റെ കല്യാണം അങ്ങ് നടന്നോട്ട്. കല്യാണം കഴിഞ്ഞാ പിന്നെ എന്തോന്ന് പരീക്ഷ. എന്റെ ജീവിതം തന്നെ ഒരു പരീക്ഷ അല്ലയോ. ലൈഫ് ഈസേ കല്യാണം. നാരായണ ഭഗവാനേ, ആയിക്കോടെ. അപ്പൊ ലളിത ചേച്ചി 4ാം ക്ലാസ് ജയിച്ചിട്ടില്ലേ? എവിടെന്ന്? പക്ഷെ നോക്കണം, എനിക്ക് എന്തെങ്കിലും നാണം ഉണ്ടാ? അതാണ് പറയണത്. നമ്മൾ ഒന്നിലും ചമ്മരുത്. ഡോണ്ട് ഷൈ. അതുമല്ല, ഈ മറിയച്ചേട്ടത്തി പ്രയാസമുള്ള ഫയല് മനഃപൂർവ്വം തന്നതായിരിക്കും. അതൊന്നും അല്ല ചേച്ചി, ഓരോ സ്ഥാനത്ത് വരുന്നതിനും അതിൻ്റെതായ പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. പാവം എന്റെ വിശ്വേട്ടന് നാണക്കേടായി പോയല്ലോ, അതിലാണ് എനിക്ക് കൂടുതലും പ്രയാസം. ഇന്നലെ രാത്രി മുഴുവൻ വിശ്വേട്ടൻ എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു. നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയത് മനസ്സിലെ പ്രയാസങ്ങൾ മറക്കാനാ. അതുപോലെ ചേച്ചി, ഏത് ജോലിക്കും അതിൻ്റെതായ പ്രയാസം. കണ്ട ഭാഗം ചേച്ചി, എനിക്ക് ഒരു ദിവസത്തെ ലീവ് വേണമായിരുന്നു കേട്ടോ. അയ്യോ, കുഞ്ഞെന്തിന് എന്റെ അടുത്ത് ലീവ് ചോദിക്കണത്? അല്ല, MD-മാരൊക്കെ ആണല്ലോ ലീവ് തരേണ്ടത്. എനിക്ക് കുറച്ച് ലോണൊക്കെ വേണം, ഒന്ന് പാസ്സാക്കി തരണേ. പാസ്സാക്കി തരാടാ, പാസ്സാക്കി തരാടാ. ഉറക്കത്തിലും കൂളിംഗ് ഗ്ലാസ് വെച്ച് കിടക്കുന്ന അന്ധ കുരുടാ. എന്റെ ലളിത ചേച്ചി, അങ്ങാടി തോറ്റതിന് അമ്മയുടെ ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? അതുമല്ല, അവനവന്റെ പരിമിതികൾ മനസ്സിലാക്കിയേ എന്തു ആഗ്രഹിക്കാവൂ. പിന്നെ സതി ഒരിക്കലും ഒന്നും ചുമ്മാ ആഗ്രഹിച്ചിട്ടില്ല. മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് നടത്താനും അറിയാം. 2 ദിവസം മെനക്കെട്ടാ മതി എനിക്ക് MD ആവാൻ പറ്റും. പിന്നെ എന്റെ വീട്ടിനുമ്മിക്ക് എനിക്ക് ആരുടെ ഓശാരം ഒന്നും വേണ്ട. എലിയെ പേടിച്ചേ സതി ഒരിക്കലും ഇല്ലം ചുടാറില്ല. കാരണമില്ലാതുള്ള ചിരിയെ രോഗലക്ഷണമാ, രോഗലക്ഷണം. ചിരി ഒരു രോഗമാണെങ്കിലേ ഈ ചിരി 3 ദിവസം തുടർച്ചയായിട്ട് കാണും. അത് അത്ര പെട്ടെന്ന് മാറൂല. ഞാൻ മാറ്റിത്തരാം, ഞാൻ മാറ്റിത്തരാം. വന്നേ. പിന്നെ വീടുകാരെ ആക്രമിക്കോ എന്നാന്ന് അറിയണമല്ലോ. വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാല. അയ്യോ വാ കുഞ്ഞ്, കുഞ്ഞിങ്ങോട്ട് അകത്തോട്ട് വന്നേ. അയ്യോ കുഞ്ഞേ, ഞാനത് പറയാൻ മറന്നുപോയി. ഞാനന്ന് അവിടെ ഒക്കെ വൃത്തിയാക്കിയപ്പോഴേ കുഞ്ഞിന്റെ 10ാം ക്ലാസ്സിലെ ബുക്ക് ഞാൻ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ചേച്ചി തുറന്നു നോക്കിയോ? ഞാൻ തുറന്നില്ല, അത് നേരത്തെ തന്നെ തുറന്ന് കിടക്കുകയായിരുന്നു. ചേട്ടത്തി ഇവിടെ നിൽക്കും, ബുക്ക് ഞാൻ എടുത്തു വെക്കാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തു വെക്കാം. ഇവിടെ നിൽക്കും. എന്താ ഇവിടുത്തെ അസുഖം അങ്ങോട്ട് പകർന്നു? നിന്റെ ചേട്ടത്തിക്ക് 2-3 ദിവസമല്ലേ അസുഖം നിൽക്കത്തുള്ളൂ. എനിക്കിനി 2-3 മാസത്തേക്ക് ചിരിയായിരിക്കോടാ. എനിക്ക് വയ്യ, പോടാ, വീട്ടിൽ കയറി പോടാ. പോയോ? എന്റെ ചേച്ചി ഒരു കേറ്റത്തിനൊരു ഇറക്കം ഉണ്ടെന്ന് പറഞ്ഞ നേരല്ലേ? അയ്യോ
എന്തിനാ സുഗുണ ഒരു കള്ള ലക്ഷണത്തിൽ നിൽക്കുന്നത്? എന്ത് ഇവിടെ കിടന്നത് കറങ്ങണത്? ദേ അമ്മച്ചി എന്റെ വായന ദേ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്, ഈ അമ്മച്ചി കുമ്മച്ചി എന്ന് നിങ്ങൾ പറയുന്നത്. വേണ്ട എന്റെ അടുത്തൊന്നും സംസാരിക്കണ്ട. ഇന്നലെ ചേട്ടതി ഉണ്ടല്ലോ ഒരു പോളെ കണ്ണടച്ചിട്ടില്ലെന്നാണ് എന്റെ അടുത്ത് ശാരദ പറഞ്ഞു. അയ്യോ അതെന്ത്? SSLCയുടെ മാർക്ക് ലീക്കായല്ലേ? ദൈവം നമുക്ക് എന്തിനടെ രണ്ട് കണ്ണ് മുഴുമുഴാന്ന് വെച്ചിരിക്കണ സുഗുണ? ഇതൊക്കെ കാണാനല്ലേ? ആ കണ്ണിന്റെ മുകളില് കൺപോളാന്ന് പറഞ്ഞൊരു സാധനവും ദൈവം വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്തത് കാണുമ്പോ അതങ്ങ് അടച്ചു കളയണം കേട്ടാ. അതൊക്കെ പോട്ടടെ സുഗുണ, ഇത് നമ്മൾ എൻ്റെ ഒരു മാത്രമേ അറിയുള്ളൂ. ഏ? ഞാൻ ചത്താലും വെളി പറയില്ല. എന്തോന്ന്? ഞാൻ ചോദിക്കട്ടെ, നീ സത്യം പറയണം. ലീലാവതി കുഞ്ഞിന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് നീയും കണ്ടതല്ലേ? എടാ അപ്പി, ആ ബുക്ക് കുറെ നാളായിട്ട് അവിടെ കിടക്കായിരുന്നു. ഒന്ന് സത്യം പറയടേ. നിങ്ങൾ ചുമ്മാ വേറെ വല്ലതും പറ. ദാണ്ട അന്തരീക്ഷത്തിന് പോലും ചെവിയുള്ള കാലമാണ്. എന്റെ വയറ്റിപ്പഴപ്പ് മുട്ടിക്കല്ലേ. അല്ല, എന്നാലും മലയാള സെക്കൻഡിന് പോലും അയ്യയ്യേ. ഓ. നിങ്ങൾ എന്റെ ജീവിതം മുട്ടിച്ചടങ്ങും. ഞാൻ പോണു. നില്ലട സൂണ. എന്ത് ചോദിച്ചതിന് നീ സമാധാനം പറഞ്ഞില്ല. നീ എന്തിനടേ ഇവിടെ കിടന്നോണ്ട് ക്രാവണത്? വിശ്വാസ് സാറിന്റെ കള്ളം കണ്ടുപിടിക്കാൻ. എന്തോന്ന്? ഞാൻ വിശ്വാസ് സാറിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസ് സാറിന് വന്നില്ലേ ആ നെഞ്ചുവേദന, അത് ഉള്ളതോ കള്ളമാണോ ഞാൻ കണ്ടുപിടിക്കും. കാർന്ന് പറയുമ്പോ തന്നെ ഒരു നെഞ്ചുവേദന.